ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്ലൈ ആണ്. എക്കണോമിക്സിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലർ എത്ര ക്വാണ്ടിറ്റി ഒരു ഗുഡ്സിൻ്റെ, ഒരു പെർട്ടിക്കുലർ ഗുഡ്സിൻ്റെ എത്ര ക്വാണ്ടിറ്റിയാണ് അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്ലൈൻ്റെ ഡെഫിനിഷനിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റി, രണ്ടാമത്തത് പ്രൈസ്, മൂന്നാമത്തത് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസത്തിനുള്ളിലാണ് ആ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നത്, അതാണ് ഇവിടെ. ഈ 3 കാര്യങ്ങൾ സപ്ലൈനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സ്റ്റോക്ക് ആൻഡ് സപ്ലൈ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഒരു പെർട്ടിക്കുലർ സമയത്തിൽ എത്ര ക്വാണ്ടിറ്റി, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എത്ര ക്വാണ്ടിറ്റിയാണ് സെല്ലറിൻ്റെ കയ്യിലുള്ളത്, വിൽക്കാനായിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് പറയുന്നത് എത്ര സമയത്തിൽ അത് വിറ്റ് പോകുന്നു എന്നുള്ളതാണ് സപ്ലൈ. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. ഓക്കെ, അതായത് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ, പ്രൈസ് കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. അതായത് പ്രൈസ് കുറവാണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ആ സാധനം വിറ്റുപോകും. പ്രൈസ് കൂടുതലാണെങ്കിൽ ഇനി ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഏത് മെത്തേഡിലൂടെയാണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടെക്നോളജിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം വരുന്നതാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന കോസ്റ്റ് നമുക്ക് കുറഞ്ഞ് ഇരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് അതിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സപ്ലൈ കൂടും. ഇനി രണ്ടാമത്തത് പ്രൈസ് ഓഫ് ഇൻപുട്സ്. ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് റോ മെറ്റീരിയൽസ്, ലേബർ, ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ഇൻപുട്സിന് നമുക്ക് എത്ര ചിലവായി അതിനനുസരിച്ചിട്ടാണ്. അതിൽ നമ്മുടെ പ്രോഫിറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ സെല് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻപുട്സിന് എല്ലാം കൂടെ ഒരു 100 രൂപ വന്നു. അപ്പോൾ നമ്മൾ ആ സാധനം മാർക്കറ്റിൽ വിൽക്കുന്നത് 150 രൂപയായിരിക്കും. അപ്പോൾ അതിൽ 50 രൂപ നമ്മുടെ പ്രോഫിറ്റും 100 രൂപ നമുക്ക് വന്ന എക്സ്പെൻസസുമാണ്. ഇനി പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗുഡ്സിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, പകരമായിട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗുഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ കിട്ടുന്നത്